ചിരൂർ ദൗത്യം 10 ദിവസത്തേക്ക് കൂടി തുടരുമെന്ന് ജില്ലാ ഭരണകൂടം. തെരച്ചിലിനായി മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ എത്തും. ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്ന് ദൗത്യത്തിൽ നിന്ന് പിന്മാറി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ. 3-ാം ദിന തിരച്ചിലിൽ അർജുന്റെ ട്രക്കിന്റേതായി ഒന്നും കണ്ടെത്തിയില്ല. PV അൻവർ തിരുത്തണമെന്ന CPIM. പരസ്യ പ്രസ്താവനയോട് യോജിക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നും നിർദ്ദേശം. അൻവറിന്റെ പരാതികൾ പാർട്ടിയുടെ പരിഗണനയിലെന്നും വിശദീകരണം. മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞതോടെ PV അൻവറിന്റെ അടുത്ത നീക്കത്തിൽ ആകാംക്ഷ. അൻവറിന്റെ രാഷ്ട്രീയ വഴി തുറക്കേണ്ട നിലപാടില്ലെന്ന് UDF. അൻവറിനെ ക്ഷണിച്ച പ്രാദേശിക നേതൃത്വത്തെ തള്ളി PK കുഞ്ഞാലിക്കുട്ടി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഉണ്ടായിട്ടില്ല. ഏകോപനത്തിൽ കമ്മീഷണർ അങ്കിത് അശോകിന് വീഴ്ച പറ്റിയെന്നും ADGPയുടെ റിപ്പോർട്ടിൽ. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് VS സുനിൽകുമാർ. നടൻ സിദ്ദിഖിനെതിരായ ലൈംഗികാരോപണ പരാതിയിൽ കൂടുതൽ തെളിവുകൾ. പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്ന തെളിവുകൾ പുറത്ത്. ശക്തമായ സാക്ഷിമൊഴികൾ ഉണ്ടെന്നും പോലീസ്. ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യ റൗണ്ടിൽ 50% മറികടക്കാതെ സ്ഥാനാർത്ഥികൾ. ലങ്കൻ ചരിത്രത്തിൽ ആദ്യമായി 2-ാം റൗണ്ട് വോട്ടെണ്ണൽ തുടരുന്നു. ഇടത് നേതാവ് അനുരാഗ് കുമാരയ്ക്ക് മുന്നിൽ. ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് വമ്പൻ ജയം. ബംഗ്ലാദേശിനെ തകർത്തത് 280 റൺസിന്. R. അശ്വിൻ പ്ലെയർ ഓഫ് ദി മാച്ച്. ISL ഫുട്ബോളിൽ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. 2-ാം മത്സരത്തിൽ എതിരാളികൾ ഈസ്റ്റ് ബംഗാൾ.